പറഞ്ഞ വയസ്സാം കാലത്ത് നോക്കാൻ ആളുണ്ടാവില്ല. ഈ വയസ്സാം കാലത്ത് നോക്കാൻ ഈ പെണ്ണെന്നാണെന്ന് സ്വന്തം വൈഫ് തന്നെയാണെന്ന് എന്തെങ്കിലും ഇത്ര ഉറപ്പുണ്ടോ? ഒരു 2 മാസം മാക്സിമം, അപ്പോഴത്തേനും കല്യാണം കഴിച്ചു. ഞങ്ങളെ സമുദായത്തിലുള്ള ആൾക്കാർ, സൊസൈറ്റി, ഇസ്ലാമല്ല, ഇപ്പോഴും പറയുന്നത് ഇസ്ലാമല്ല, സൊസൈറ്റി പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. കെട്ടിയോ മരിച്ചിട്ടില്ല, അപ്പോഴത്തേനും അവൾ പുറത്തേക്ക് ഇറങ്ങി ഓൾ മരിച്ചാൽ നിൽക്കാൻ അതാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയം ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം, എപ്പോൾ വേണമെങ്കിലും ഞാൻ കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മിനിമം ഒരു കൊല്ലെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് കെട്ടുക, അതിനൊരു മാന്യത ഉണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു 40 കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ ഈ ഒരു വരുന്ന സ്ത്രീകളെ. പിന്നെ മക്കളെ പോലെ നോക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് പറച്ചിലെന്താ, മക്കൾക്കും വേണ്ടി കെട്ടി, മക്കൾക്കൊരാവശ്യം ഉണ്ടാവില്ല ആ സമയത്തൊന്നും വേറൊരാൾ. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന കുറച്ച് കമൻറ്റുകളാണ് കേട്ടോ ഈ കാണുന്നതിന്. പലരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെയാണ്, ഇസ്ലാമിൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് വന്നു കേട്ടോ. ഞാനിതിൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഞങ്ങളുടെ സമുദായത്തിൽ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇസ്ലാമിനെ കുറിച്ചോ ഇസ്ലാമിൻ്റെ രീതികളെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇസ്ലാമിലെ ബോയ്സ് മരിച്ചാൽ ഗേൾസിന് കല്യാണം കഴിക്കാനും പറ്റും, ഗേൾസ് മരിച്ചാൽ ബോയ്സിന് കല്യാണം കഴിക്കാനും പറ്റും. ഞാൻ പറഞ്ഞത്, ഞാൻ അന്ന് ഇങ്ങനെ കെട്ടിയവൻ്റെ കോളിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു ഫീൽ ചെയ്തു. ആ പെണ്ണിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. കാരണം അത്രക്കും ഭാഗ്യമുള്ള പെണ്ണെന്ന് ഞാൻ ആലോചിച്ചു. കാരണം എന്നെ സംബന്ധിച്ചാണെങ്കിൽ, ഒരു ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിൽ സ്വന്തം വൈഫ് സ്നേഹമുള്ള ആണെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇപ്പോൾ ഒരുപാട് പേര് ചാടിപ്പോണുണ്ട്, അല്ലെങ്കിൽ വേറെ ഡിവോഴ്സായി കല്യാണം കഴിക്കണം, അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹമുള്ള ഒരു പെണ്ണും ചെക്കനും ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഈ പെണ്ണ് കല്യാണം കഴിക്കില്ല. വേറെ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ ഉള്ളിൽ അടച്ചിടണം എന്നല്ല ഞാൻ പറയുന്നത്. സ്നേഹമുള്ളൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ വേറൊരുത്തനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള വൈഫാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ലേഡി എന്ന് പറയുന്ന ആ വ്യക്തി ഞങ്ങളുടെ സമുദായത്തിൽ ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് 40 കഴിഞ്ഞ് തന്നെ വേറൊരുത്തനെ കല്യാണം കഴിച്ചാൽ ആ സൊസൈറ്റിയിൽ എന്താവും പറയും. ബോയ്സിന് പിന്നെ എന്തു ചെയ്യുക, അതുകൊണ്ടൊരു കുഴപ്പമില്ല. അവർക്ക് 40 കഴിയുമ്പോഴത്തേന് പെണ്ണ് തരയാലും ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ഈ സൊസൈറ്റി, ഇസ്ലാമല്ല സൊസൈറ്റി, അതായത് ഞങ്ങളെ സമുദായത്തിലുള്ള ആൾക്കാർ, സൊസൈറ്റി, ഇസ്ലാമല്ല, ഇപ്പോഴും പറയുന്നത് ഇസ്ലാമല്ല, സൊസൈറ്റി പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. കെട്ടിയോ മരിച്ചിട്ടില്ല, അപ്പോഴത്തേനും അവൾ പുറത്തേക്ക് ഇറങ്ങി ഓൾ മരിച്ചാൽ നിൽക്കാൻ അതാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേ സമയം ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം, എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മിനിമം ഒരു കൊല്ലെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് കെട്ടുക, അതിനൊരു മാന്യത ഉണ്ട്. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ ഈ ഒരു 40 കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ ഈ ഒരു വരുന്ന സ്ത്രീകളെ. എല്ലാവരും സ്വന്തം ഹസ്ബൻഡിനെ മക്കളെ പോലെ നോക്കണമെന്നൊന്നുമില്ല. എന്നിട്ട് പറച്ചിലെന്താ, മക്കൾക്കും വേണ്ടി കെട്ടി, മക്കൾക്കൊരാവശ്യം ഉണ്ടാവില്ല ആ സമയത്തൊന്നും വേറൊരാളെ. മക്കൾക്കും വേണ്ടി കെട്ടിയെന്നുള്ള വേർഡ്സ് ഇല്ലാതെ എനിക്കും വേണ്ടി കെട്ടിയെന്ന് പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. കെട്ടലാതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഞങ്ങളെ സമുദായത്തിലുള്ള ആൾക്കാർ പെട്ടെന്ന് കെട്ടണ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത സമുദായത്തിലുള്ള ആൾക്കാരെ ചിലപ്പോൾ കെട്ടുവയ്ക്കും. പക്ഷേ ഈ 40 കഴിയാനൊക്കെ വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ട് കുറേ മരിക്കാൻ കാത്തിക്കേനു കെട്ടാനെന്നുള്ള ആ ഒരു ചിന്ത വന്നിട്ടുണ്ട് എനിക്ക് പല കാര്യത്തിലും, പല ആൾക്കാരെ കേസിലും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 50 വയസ്സുള്ളൊരു ബോയ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൈഫ് കല്യാണം കഴിക്കണേ ഞാൻ കണ്ടിട്ടില്ല. വല്ലാതെ ഒന്നറ്റുണ്ട് തോന്നുന്നു. അതോ അങ്ങനെ ഒന്നും വിട്ട് അങ്ങനെ ആൾക്കാരുണ്ട്. ആ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാരെ പറഞ്ഞു, ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഞാൻ സ്നേഹമുള്ള ആൾക്കാരെ പറഞ്ഞു. അല്ലാതെ ഇപ്പോൾ ഓരോരുത്തർക്ക് അങ്ങനെ പോകുന്നതെല്ലാം. ഈ 50+ ഏജുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ ഭാര്യ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം മാക്സിമം, അപ്പോഴത്തേനും കല്യാണം കഴിച്ചു. അതേസമയം അയാളെ ഭർത്താവാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ അവർ പിന്നെ കല്യാണം കഴിക്കുകയില്ല. ഒരു 50 വയസ്സ് എബോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ കല്യാണം കഴിക്കുകയില്ല. ഈ സംരക്ഷണം എന്ന് പറയുന്നത് പലരും ആൾക്കാർ സംരക്ഷണം പറയുന്നത് ഈ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല, അങ്ങനെ അറിയില്ല എന്നൊക്കെ പറയുന്നത്.
ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് ഇതാക്കണം, ഇതാക്കണം, ബോയ്സിന് ചായ എടുത്ത് കൊടുക്കണം. ഇതൊക്കെ എന്താ ഈ ഗേൾസിൻ്റെ പോലെ ബോയ്സിന് എന്താ ചെയ്യാൻ കഴിയൂല? ഈ ഫുഡ് ഉണ്ടാക്കണ ബോയ്സിന് എന്താ ചെയ്തൂടെ? ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ബോയ്സിൻ്റെ കേസിൽ പറയണ്ട. കാരണം ഫുഡ് അവനാന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം, ചായ എടുത്ത് കുടിക്കുക, എല്ലാം ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ വയസ്സാം കാലത്ത് നോക്കാൻ ആളുണ്ടാവില്ല. ഈ വയസ്സാം കാലത്ത് നോക്കാൻ ഈ പെണ്ണെന്നാണെന്ന്, സ്വന്തം വൈഫ് തന്നെയാണെന്ന് എന്തെങ്കിലും ഇത്ര ഉറപ്പുണ്ടോ? ഞങ്ങളവിടെ 2 പെൺകുട്ടികളുള്ള ഒരു ഉപ്പ കല്യാണം കഴിച്ചിരുന്നു, വേറെ ഉമ്മ മരിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഈ ഉപ്പ രണ്ടാനുമ്മാൻ്റെ പേർക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു, ഈ മക്കൾക്കൊന്നും കൊടുക്കാതെ. എന്നിട്ട് ലാസ്റ്റ് ഈ ഉപ്പ വയ്യാണ്ട് കടന്നപ്പോൾ ഈ രണ്ടാം ഭാര്യ പോയി, അതിൻ്റെ വീട്ടിൽ പോയി. ഊരവേദനയാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വീട്ടിലേക്ക് പോയി. അതേപോലെ പിന്നെ എൻ്റെ സിസ്റ്ററിനെ എടുക്കുകയാണെന്നുണ്ട്, എൻ്റെ വലിയ സിസ്റ്റർ മക്കളാണ് ഈ ഉപ്പാനെ നോക്കാനുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ പിന്നെ എൻ്റെ സിസ്റ്ററിനെ എടുക്കുകയാണെന്നുണ്ട്, എൻ്റെ വലിയ സിസ്റ്ററിൻ്റെ അമ്മായിയമ്മൻ്റെ ഉപ്പാനെ നോക്കിയത്, കുറേ കാലം നോക്കിയത് എൻ്റെ വലിയ ഏട്ടത്തിയാണ് നോക്കിയത്. അതായത് പേരമരുമകൾ എന്നാണ് പറയുക, പേരമരുമകൾ. എൻ്റെ ഏട്ടത്തിൻ്റെ എൻ്റെ ഏട്ടത്തിൻ്റെ അമ്മായിയമ്മൻ്റെ ഉപ്പാനെ നോക്കിയത് എൻ്റെ ഏട്ടത്തിയെന്നു. കുറേ കാലങ്ങൾ നോക്കിയിരുന്നത് എൻ്റെ ഏട്ടത്തിയെന്നു. അതേസമയം അയാൾക്ക് വൈഫും ഇതേപോലെ പ്രായമായതാണ്. അപ്പോൾ ഈ നോട്ടത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ പറയണ്ട, നിൽക്കാൻ വയ്ക്കൂല എന്ന് പറയാം, അത്രേ ഉള്ളൂ. ഒരു പെണ്ണില്ലാതെ ഒരു ബോയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല അങ്ങനെ പറയും. അത് ഫിസിക്കൽ റിലേഷൻ അല്ലാണ്ട് മെൻ്റൽ അല്ല, മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. മാന്യതയോടെ കമൻറ്റ് ചെയ്യുക, മനസ്സിലായോ? എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം, അത് മാന്യമായിട്ട്, മനസ്സിലായോ? അത്രേ പറയണു. ഞാൻ ഇതിലേക്ക് ഒരിക്കലും ഇസ്ലാമിനെ